എത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ കെ കുറുപ്പ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ, സത്യത്തിൽ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ല ചെമ്മാട്ട് വന്നത്, മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ്. അപ്പോൾ SSSന്റെ ഒരു എക്കാലത്തെയും അടുത്ത സുഹൃത്ത് എന്ന നിലയ്ക്ക് ഇവിടെ ഒരു പരിപാടി നടക്കുന്നു, ഇതിൽ കൂടി സംസാരിക്കണം എന്ന് ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെട്ടനുസരിച്ച് ഇവിടെ വന്നതാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. SSSന്റെ എല്ലാ പരിപാടികളിലും എറണാകുളം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലൊക്കെ ഒരു സജീവ സാന്നിധ്യമായ ഞാൻ SSSന്റെ ഏത് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഒരു സന്തോഷം അനുഭവിക്കുന്ന ആളാണ്. കാരണം ഈ നൈതികതയ്ക്ക് വേണ്ടി ചില മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ളത് മാത്രവുമല്ല, അനഭിലഷണീയമായ എല്ലാ പ്രവണതകൾക്കും എതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു സംഘടന എന്നുള്ളത് ഫാസിസം അടക്കമുള്ള അനഭിലഷണീയമായ എല്ലാ തിന്മകൾക്കും എതിരായിട്ട് പോരാടുമ്പോൾ നൈതികതയിൽ ജനാധിപത്യ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിലാണ് എനിക്ക് SSSരോട് സ്നേഹവും ബഹുമാനവുമാണ്. ഒരിക്കൽ മുജാഹിദുകാരുടെ ഒരു മീറ്റിംഗിന് പോയപ്പോൾ ഞാൻ അവിടെ പ്രസംഗിച്ചു. ഈ അനഭിലഷണീയമായ പ്രവണതകളെ എതിർക്കേണ്ടത് ജനാധിപത്യപരമായ രീതിയിലാണ്. എനിക്ക് അതുകൊണ്ടാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് വലിയ സ്നേഹമുള്ളത്. അവരുടെയൊക്കെ മുഖം തേളുകൂട്ടിയ പോലെ, മുജാഹിദുകാരുടെ മുഖം തേളുകൂട്ടിയ പോലെ. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ്, എനിക്കിപ്പോ എവിടെയും പറയാൻ മടിയില്ല. ഞാൻ പറഞ്ഞു, ഇത് തീവ്രവാദത്തെ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. ഇതിനൊന്നുള്ള പ്രതിവിധി തീവ്രവാദമല്ല, ജനാധിപത്യ രീതിയിൽ തന്നെ എതിർക്കാനും ചെറുക്കാനും പരാജയപ്പെടുത്താനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ദിരാഗാന്ധിയെ പോലെ വളരെ ശക്തിയായ ഒരു ഭരണാധികാരിയെ പോലും ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്ത് നമുക്ക് പുറത്താക്കാൻ സാധിക്കും. അത്ര വലിയ ഭീഷണിയൊന്നും ഈ രാജ്യത്ത് അതിന് മുമ്പുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കുക, നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക, നമ്മളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണ്, നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിക്കുക, നമ്മൾ സത്യത്തെ മുറുകെ പിടിക്കുക. അങ്ങനെ ധാർമ്മികമായ ശക്തി കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ ഇത് പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, പുലി വരാൻ വേണ്ടി യാസീൻ ഓതരുത്. അവരോട് പറഞ്ഞാൽ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കിത് അറിയാം, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. പുലി വരാൻ വേണ്ടി യാസീൻ ഓതരുന്നുള്ള എന്റെ പ്രസിദ്ധമായ പ്രസംഗം. പുലി വരാൻ വേണ്ടി യാസീൻ ഓതിയാൽ പിന്നെ കട്ടം ഓതിയാലും പുലി പോകില്ല എന്ന് ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, വ്യക്തമായ ഉദാഹരണം പറഞ്ഞത് കാന്തപുരം APയുടെ പേരാണ്. ആ ഒരു സ്നേഹവും താല്പര്യവും ഉള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോ ചെമ്മാട് വന്നപ്പോഴും ഈ യോഗത്തിൽ പ്രസംഗിച്ചത്. ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞ ആളുകൾ എന്തായിരിക്കും പറഞ്ഞിരിക്കാമെന്ന് എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ സന്തോഷകരമല്ല, ഒട്ടും തന്നെ ആശ്വാസകരമല്ല. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വഷളായ വാർത്തകളാണ് നമ്മൾ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ പ്രകോപിതരാകാൻ പാടില്ല. നമുക്ക് അമർഷമുണ്ട്, നമുക്ക് പ്രതിഷേധമുണ്ട്, പക്ഷെ അത് ജനാധിപത്യപരമായ രീതിയിൽ മാത്രമേ പ്രകടിപ്പിക്കാവൂ. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എത്ര വലിയ ഏകാധിപതിയെയും പരാജയപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. ആ ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുക, സത്യവും ധർമ്മവും തന്നെ ഏറ്റവും അവസാനം വിജയിക്കും. ഇപ്പോൾ താൽക്കാലികമായിട്ട് മറുപക്ഷത്തിന് വിജയമുണ്ടായതായി തോന്നിക്കും എങ്കിലും ആത്യന്തികമായിട്ട് നന്മയ്ക്ക് തന്നെ വിജയമുണ്ടാകുള്ളൂ. ലോകത്തിന്റെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. ഹിറ്റ്ലർക്കും മുസോളിനിക്കും സ്റ്റാലിനും ഒക്കെ ആത്യന്തികമായിട്ട് പരാജയം ഉണ്ടായതിന്റെ കാരണം അത് തന്നെ. ഏറ്റവും അവസാനം നന്മയെ വിജയിക്കുള്ളൂ, ഏറ്റവും അവസാനം ജനാധിപത്യമേ വിജയിക്കുള്ളൂ. ചിലപ്പോൾ കുറച്ച് സമയം എടുത്തു, പക്ഷെ എന്നാലും വിജയം ഈ തരത്തിലുള്ള ശക്തികൾക്ക് തന്നെയായിരിക്കും. നേരെ മറിച്ച് ഇതിനെതിരെ ആയുധമെടുത്ത് അക്രമത്തിന് ഉൾപ്പെട്ടാൽ അതിന് വിപരീത ഫലങ്ങൾ ഉണ്ടാകുള്ളൂ. മാത്രമല്ല ഫാസിസ്റ്റ് ശക്തികൾക്ക് സാധൂകരണം നൽകുന്ന ഒന്നായിട്ട് അത് മാറില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ അതിങ്ങനെ വലിയൊരു ദീർഘമായ പ്രസംഗത്തിനുള്ള അവസരവുമല്ല. നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ബോധവാന്മാരായിരിക്കുക, ഉണർന്നിരിക്കുക, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ചുമതലകളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക, കർത്തവ്യം മറക്കാതിരിക്കുക, എല്ലായ്പ്പോഴും ജനാധിപത്യപരമായ രീതികളിൽ വിശ്വസിക്കുക, ആത്യന്തികമായി നന്മ തന്നെ വിജയിക്കുള്ളൂ എന്ന കാര്യം ഉറപ്പിക്കുക. അത്രയുമുണ്ടെങ്കിൽ ഇതൊക്കെ നിസ്സാരമാണ്. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ടും ബാപ്പ പള്ളി പോയില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒന്നും പേടിക്കാനില്ല. ഇവിടെ ഈ ആളുകൾ പറഞ്ഞു പേടിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ലോകത്തിലെ ജനസംഖ്യയിൽ രണ്ടാമത്തെയും ഭൂവിസ്തൃതിയിൽ 7ാമത്തെയും സ്ഥാനമാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വലിയ രാജ്യത്ത് ഒന്ന് രാത്രി ഇരുണ്ട് വെളുക്കുമ്പോഴത്തേക്കും ഫാസിസം ഒന്ന് അടിച്ചേൽപ്പിക്കാൻ ആർക്കും സാധിക്കുക. ഫാസിസത്തിന്റെ ചില പ്രവണതകൾ ഇവിടെ കാണാനുണ്ട്. അസഹിഷ്ണുത ഈ രാജ്യത്ത് വല്ലാതെ വർദ്ധിക്കുന്നുള്ള സത്യം. പക്ഷേ ഇരുട്ട് വെളുക്കുമ്പോഴേക്കും പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും
അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാനോ ജനനേതാക്കളെ ജയിലിലടയ്ക്കാനോ കോടതി അടച്ചുപൂട്ടാനോ വർത്തമാന പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്താനോ ഒന്നും ഇനിയുള്ള കാലത്ത് സാധിക്കില്ല. ഭരണഘടനാപരമായിട്ടുള്ള ആ വ്യവസ്ഥകൾ തന്നെ നമ്മൾ പിന്നീട് 44 ഭേദഗതിയിൽ കൂടി എടുത്തു മാറ്റുന്നു. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്ന അധികാരം ഇന്നിപ്പോ നരേന്ദ്രമോദിക്കില്ല, ഇനി ഒരു ഭരണാധികാരിക്കും ഉണ്ടാകുകയുമില്ല. കാരണം ഭരണഘടന തന്നെ ആ രീതിയിൽ മാറ്റിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിരിക്കുക, ശാന്തരായിരിക്കുക, സമാധാനത്തിൽ മുറുകെ പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നിങ്ങൾക്ക് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. സത്യവും ധർമ്മവും തന്നെ വിജയിക്കുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.